ഉമ്മാന്റെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കണം. ഉമ്മ ആരാ? നീ വിചാരിച്ചോ രക്ഷപ്പെടുവെന്ന്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ താടിയുണ്ടെങ്കിലും തഴമ്പുണ്ടെങ്കിലും ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടിക്കൊടുത്താലും ഹാഫിളാണെങ്കിലും ആലിമാണെങ്കിലും നിന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ മനസ്സ് നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ ദുനിയാവിന്ന് മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതോടെ കേട്ടോ, മാതാവിന്റെയോ പിതാവിന്റെയോ മനസ്സ് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും മനസ്സു വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 3 ശിക്ഷ അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യന്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന ഒരു പെണ്ണിന് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? അള്ളാഹു നിന്റെ ആയുസ് വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നിന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കും മോനെ, നിന്റെ ആയുസ് കുറയും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയാറുള്ളത്, ഇന്ന് നിന്റെ പ്രായത്തിൽ ഇവിടെ ഉമ്മ നിന്നോട് മുടിവെട്ടാൻ പറഞ്ഞാല് മോനെ നല്ല നിലയിൽ നടക്കടാ, നേരത്തെ കാലത്തെ വീട്ടിലൊന്ന് വാടാ. ഉമ്മ പറയുമ്പോ ഉമ്മയോട് കയർത്ത സംസാരിക്കുന്ന മക്കളോട് സ്നേഹം കൊണ്ട് പറയുകയാണുങ്ങളോടും പെണ്ണുങ്ങളോടും ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നീ വീട് വിട്ട് വെളിയിലിറങ്ങരുത്. ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകല്ലേ, പിന്നെ ഇറങ്ങിപ്പോയാൽ അതാണ് നീ ചോദിക്കുന്ന ചോദ്യം. വാപ്പയുടെയും ഉമ്മയുടെയും വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയാ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ വീട് വിട്ടിറങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു കൊടുത്ത ശിക്ഷ എന്താ? ഫദിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പടച്ചവനെ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഫദിലെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം കൂട്ടുകാരെല്ലാവരും കൂടെ അവിടെ നിന്ന് പറഞ്ഞു, ഫദിലേ, ഞങ്ങളെല്ലാവരും ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ ഫദിലേ? ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാം, ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ. അങ്ങനെ ചില മക്കളുണ്ട്, പെണ്ണ് കെട്ടി മക്കളായാലും അല്ലാഹുവേ എവിടെയെങ്കിലും പോകുമ്പോ രോഗം കിടിച്ച് കിടക്കുന്ന വാപ്പയോടും ഉമ്മയോടും പറയും, ഞാൻ കടയിൽ പോവുകയാ, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുകയാ. പറഞ്ഞിട്ട് പോകുന്ന മക്കൾ ഇന്നുമുണ്ട്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് പറയാ. ഫദിൽ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഉമ്മാ എനിക്ക് അല്ലാഹുവിന്റെ കഅബ കാണാൻ കൊതിയുണ്ടുമ്മാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ എനിക്കൊന്ന് മരിക്കുന്നതിന് മുമ്പ് കാണണം. എന്റെ കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോകുകയാണ്, ഞാനും കൂടെ അവരുടെ കൂടെയൊന്ന് പോകട്ടെ ഉമ്മാ. ഉമ്മ പറഞ്ഞു, എന്റെ മോനിപ്പം പോകണ്ട, എന്റെ മോനിപ്പം പോകണ്ട. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരന് വല്ലാത്ത വിഷമമുണ്ടായി. അവസാനം കൂട്ടുകാരുടെ മുന്നിൽ ചെന്നു, അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് മുഴുവനും ചോദിച്ചു, എടാ കള്ളു കുടിക്കാനല്ല, വ്യഭിചരിക്കാനല്ല, പാപം ചെയ്യാനല്ല, അള്ളാഹുവിന്റെ കഅബയിൽ ഉംറയ്ക്ക് പോകാനാണ്, ഇതിനു പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. കൂട്ടുകാര് മുഴുവനും കളിയാക്കി. അവിടെ നിന്ന് പറഞ്ഞു, വരുന്നെങ്കിൽ വാടാ എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിന്നെയും വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാ ഞാനും കൂടെ പോകട്ടെ ഉമ്മാ? ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാ പറഞ്ഞത്. ഫദിലിന് വല്ലാത്ത ദേഷ്യം വന്നു. വീടിന്റെ അകത്ത് കയറി അവിടെ നിന്ന് ചിന്തിച്ചു, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ്, പാപം ചെയ്യാനല്ലല്ലോ.
ഉമ്മയുടെ അനുവാദം വേണ്ട. എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ പോകല്ലേടാ, മോനെ പോകല്ലേടാ. മാതാവ് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോഴും ഉമ്മാടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയി. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ കൂട്ടുകാര് മുഴുവനും മുമ്പേ പോയി. ഒറ്റയ്ക്കാണ് ഫളിൽ നടന്നു പോകുന്നത്. ഉമ്മാനെ കരയിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ, 2 റക്അത്ത് നിസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നമസ്കരിച്ചു. സലാം വീട്ടിയിട്ട് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നാട്ടുകാർ ഓടി വന്നിട്ട് പിടിച്ചു കെട്ടുകയാ. എല്ലാവരും തല്ലുകയാണ്, എല്ലാവരും തല്ലുകയാണ്, കള്ളനെന്ന് വിളിച്ച് തല്ലുകയാണ്. കാരണം എന്തെന്നറിയുമോ? ആ നാട്ടിലൊരു വലിയ മോഷണം നടന്നു. കള്ളനോടി വന്നത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. യഥാർത്ഥത്തിൽ അവൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഫളിലാണ് കള്ളനെന്ന് കരുതിയത്തെ നാട്ടുകാര് പിടിച്ചു കെട്ടിയിട്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇനി ഇവൻ ഒരിക്കലും മോഷ്ടിക്കരുത്. 2 കൈവങ്ങും വെട്ടിമുറിച്ചു, 2 കാലും വെട്ടിമുറിച്ചു, 2 കണ്ണും ചൂഴ്ന്നെടുത്തു. എന്നിട്ട് അല്ലാഹ് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പോയി. കയ്യും കണ്ണും കാലും പോയി. എന്നിട്ട് കള്ള എന്ന് പറഞ്ഞ നാട്ടുകാര് കല്ലെറിയുമ്പോ ഫളില് വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ, എന്റെ ഉമ്മാനെ കരയിപ്പിച്ചതിന് അല്ലാഹ് എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ ഉമ്മയുടെ വാക്ക് കേൾക്കാത്തതിനു പടച്ച റബ്ബ് എനിക്ക് തന്ന ശിക്ഷയാ. കൊണ്ടുപോയി തെരുവിലെറിഞ്ഞു. അവസാനം മരണത്തോട് മല്ലടിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് യാചിച്ചു, അല്ലാഹ്, എന്റെ ദുനിയാവ് പോയി തമ്പുരാനെ, എന്റെ ആഖിറം കൂടെ നഷ്ടപ്പെടുത്തല്ലേ. യാചിക്കുകയാണ്, ആരെങ്കിലും എന്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകൂ, മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് കൊണ്ടുപോകൂ, ഒന്ന് പൊരുത്തം ചോദിക്കാനാ, മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനൊന്ന് പൊരുത്തം ചോദിക്കാനാ. ഏതോ യാത്രക്കാര് പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഒരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിച്ചു, ഈ ചെറുപ്പക്കാരൻ അറിയുമോ? ഉമ്മ, കണ്ണില്ല, കൈയില്ല, കാലില്ല, ആളെ തിരിച്ചറിയുന്നില്ല, ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാരണം ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ആ സമയത്ത് ഉമ്മാന്റെ ശബ്ദം കേട്ടപ്പോ ഫളില് വിളിക്കുന്നു, ഉമ്മ, ഞാനാണുമ്മ. ഉമ്മയുടെ പൊന്നുമോ ഫളിലാ ഉമ്മ. അല്ലാഹു എനിക്കുമ്മയുടെ വാക്ക് കേൾക്കാത്തതിന് എനിക്ക് തന്ന ശിക്ഷയാ. ഉമ്മാടെ കാലൊന്നു പിടിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കയ്യില്ല ഉമ്മ. ഉമ്മാന്റെ മുന്നിലൊന്ന് കരഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിക്കണമെന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല ഉമ്മ. അല്ലാഹുവേ, കിടന്നു കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എടാ, ഫുട്ബോൾ കളിക്കാൻ പോയതല്ല, കൂട്ടുകാരുടെ കൂടെ ടൂറ് പോയതല്ല, സിനിമയ്ക്ക് പോയതല്ല, അള്ളാന്റെ പരിശുദ്ധമായ ഹറം കാണാൻ പോയ പൊന്നുമോന് കൊടുത്ത ശിക്ഷ ഹദീസിൽ കാണാൻ വെറുതെയല്ലടാ, നിനക്ക് പഠിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് ഉമ്മ പോകല്ലേ എന്ന് പറയുമ്പോ ഇറങ്ങല്ലേ, വാശി കാണിച്ചുകൊണ്ട് ബൈക്കെടുത്തുകൊണ്ട് റോഡിലൂടെ പായല്ലേടാ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ഉമ്മയെയും മാപ്പയെയും വേദനിപ്പിക്കുന്നവൻ ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകില്ല. അവന്റെ മക്കളുടെ സ്നേഹം കിട്ടാറ്, അവന്റെ ഭാര്യയോടൊപ്പം കിടക്കാറ് അവനക്ക് വിധിയുണ്ടാകില്ല. അവന്റെ ആയുസ് റബ്ബ് വെട്ടി ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ ശിക്ഷ എന്താ? ഒരു നല്ല മരണം നീ ഒരിക്കലും കൊതിക്കണ്ട. ഒരു നല്ല മരണം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ച റബ്ബ് ഒരു നല്ല മരണം നിനക്ക് തരൂല, നീ പേടിക്കണ്ട, നീ ആഗ്രഹിക്കുകയും വേണ്ട. അതാരായാലും, എത്ര വലിയ കൊലകൊമ്പനായാലും.
നീ എത്ര വലിയ പണ്ഡിതനാകട്ടെ, വലിയാകട്ടെ, തങ്ങളാകട്ടെ, ഹാഫിളാകട്ടെ, ഇമാമാകട്ടെ, എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നവനാകട്ടെ, ഈ ലോകം മുഴുവനും നീ പള്ളി കെട്ടിക്കൊടുത്താലും മോനെ അല്ലാഹ് നിനക്ക് നല്ല മരണം തരൂല. അതിന് തെളിവ് മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ സ്വഹാബിയ, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഖമയുടെ നാവ് പൊങ്ങണില്ല. അവിടുത്തെ ഷഹാദത്ത് കലിമ പറയാൻ നാക്ക് പൊങ്ങുന്നില്ല. സ്വഹാബികൾ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല നബിയെ. പ്രവാചകൻ ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. വിളിച്ചോണ്ട് വാ. സ്വഹാബികൾ പോയിട്ട് ഉമ്മാനെ വിളിച്ചോണ്ട് വന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമ്മ മോനുമായിട്ട് എങ്ങനെയാ? അപ്പൊ ഉമ്മ പറഞ്ഞു, നബിയെ എനിക്കവന് വലിയ ഇഷ്ടമായിരുന്നു, എന്നെയും വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോ സ്വഭാവം മാറി. നിങ്ങൾ ചിന്തിക്കണം. ആ ഉമ്മ പറയുകയാ, എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി. എന്നെക്കാലും പെറ്റ തള്ളയെക്കാലും അവന് സ്നേഹം അവന്റെ പെണ്ണും പിള്ളയാ. നിങ്ങൾ ചിന്തിക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉമ്മ പറയാ, നൊന്തു പ്രസവിച്ച ഉമ്മച്ചിയെക്കാളും അവന് വലുതവന്റെ ഭാര്യയാണ് നബിയെ. എനിക്ക് സഹിച്ചില്ല നബിയെ, എനിക്ക് സഹിച്ചില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല ഉമ്മ, മരിക്കാൻ കിടക്കാ ഉമ്മ, ഒന്ന് പൊരുത്തപ്പെടൂ. ഞാൻ പൊരുത്തപ്പെടൂല നബിയെ, എന്നോടവൻ അങ്ങനെ കാണിക്കരുത്. ഞാൻ അവൻ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാ. ചിന്തിക്ക്, നിനക്കാരെയാ സ്നേഹം? തൊലി വെളുപ്പുള്ളവളെ ഉമ്മാനെ വേണ്ട, നിനക്ക് നിന്റെ വാപ്പയെ വേണ്ട. ഭാര്യ പറയുന്നതിനപ്പുറം നീ ചലിക്കാറില്ല. ഓരോ പെണ്ണുങ്ങളും ചിന്തിക്ക്, നിനക്ക് ഭർത്താവ് മതി, നിന്റെ ഉമ്മ വേണ്ട, നിന്റെ വാപ്പ വേണ്ട. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ പറയാ, ഞാൻ പൊരുത്തപ്പെടൂല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കത്തിച്ചു കളഞ്ഞേക്കാൻ. ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ വേണ്ട, കത്തിച്ചു കളയാൻ. ആ സമയത്ത് ആ പെറ്റ വയറ് അള്ളാഹു എവിടെ നിന്ന് പറഞ്ഞു, വേണ്ട നബിയെ, എന്നോടവൻ എന്ത് ചെയ്താലും എന്റെ മോനല്ലേ നബിയെ, എന്റെ മോനല്ലേ നബിയെ. അതാണ് സഹോദരിമാരെ, ഉമ്മമാർ അവിടെ നിന്ന് ആ പൊന്നുമോന് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടും മരിച്ചതെന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാനെ ഉമ്മാനെയും വേദനിപ്പിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിന്റെ ആക്കിബത്ത് മോശമാ, പോയി പൊരുത്തം ചോദിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 ഒറ്റ ശിക്ഷ കൂടെ പറയാം. 3ാമത്തെ ശിക്ഷ എന്താ? ഇന്ന് നിന്റെ വാപ്പയും ഉമ്മയും നിന്റെ വലിയ വീട്, 2 നിലയുള്ള വീട്, ആ വീടിന്റെ അകത്ത് കിടന്ന് നിന്റെ ഉമ്മയൊന്നും മൂത്രം ഒഴിച്ചാൽ നിനക്ക് പരാതി. നിന്റെ ഉമ്മയൊന്നും മൂത്രം ഒഴിച്ചാൽ നിനക്ക് പരാതി. ഉമ്മയൊന്ന് കാർക്കിച്ച് തുപ്പിയാ നിനക്ക് പരാതി. ചങ്ങാതി, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും മൂത്രമൊഴിക്കോ? ഒരൽപ്പമെങ്കിലും ബോധമുള്ള ആരെങ്കിലും ബെഡ്റൂമിൽ കിടന്ന് മൂത്രമൊഴിക്കോ? നീ പറ, തുപ്പുവോ? കാഷ്ടിക്കുവോ? ആ പാപം ചെന്ന 2 സാധുക്കൾ രോഗം പിടിച്ചിട്ടല്ലേ, ഓർമ്മ നഷ്ടപ്പെട്ടിട്ടല്ലേ? അത് നിന്റെ നെഞ്ചത്തൊന്നും മൂത്രം ഒഴിച്ചില്ലല്ലോ, ഒരു ബെഡിലല്ലേ, കഴുകിയ ശുദ്ധമാകില്ലേ ചങ്ങാതി? നിന്റെ ഉമ്മയൊന്ന് തുപ്പിയത് ഉമ്മാടെ തുപ്പലല്ലേടാ, ഉമ്മച്ചിയുടെ തുപ്പലല്ലേ, തുടച്ചു കളഞ്ഞ തീരില്ലേ? നിന്റെ വാപ്പയും ഉമ്മയും വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രം ഒഴിച്ചാൽ നിന്റെ ഭാര്യ വന്നിട്ട് പറയും, എനിക്ക് വയ്യ, 2നെ എവിടെങ്കിലും കൊണ്ട് കളയാൻ. പെറ്റ ഉമ്മാനെയും വാപ്പാനെയും കൊണ്ട് കളയാൻ പറയുമ്പോ, സ്വന്തം ഉമ്മാനെ ഭാര്യ, നിന്റെ പെറ്റ തള്ളയെ നിന്റെ കണ്ണിന്റെ മുന്നിലിട്ട് ചവിട്ടി തേക്കുമ്പോ തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ടല്ലോ. അല്ലാഹു അലം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, പല പെണ്ണുങ്ങൾക്ക് ഇന്ന് ഉമ്മായുപ്പായും വേണ്ട. പല പെണ്ണുങ്ങൾക്ക് ഉമ്മായുപ്പായും തിരിഞ്ഞു നോക്കാൻ സമയമില്ലല്ലോ. അവൾക്ക് അവളുടെ മക്കളും മതി, ഭർത്താവും മതി. ആ പാപങ്ങളെ ഒന്നുപോയി ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്ന് പോലും വിളിച്ചു ചോദിക്കാൻ സമയമില്ലാത്ത പല പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, അല്ലാഹ് നിനക്ക് തരുന്ന 3ാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉമ്മയൊന്ന് മൂത്രം ഒഴിച്ചാ ഒഴിക്കട്ടെ, വാപ്പ കാഷ്ടിച്ചെങ്കിൽ കാഷ്ടിക്കട്ടെ, നിനക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനല്ലേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കണം, നീ എവിടെ കിടന്നാ മൂത്രമൊഴിച്ചേന്ന്. ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം നമ്മുടെ ഉമ്മയുടെ ശരീരത്ത് മൂത്രമൊഴിച്ചവരാ. നമ്മുടെ വാപ്പയുടെ ശരീരത്ത് നമ്മൾ കാഷ്ടിച്ചിട്ടുണ്ട്, ഉമ്മാനെ തല്ലിയിട്ടുണ്ട്. ഞാനും നിങ്ങളും ചെറുപ്രായത്തിൽ നമ്മുടെ ഉമ്മയെ തല്ലിയിട്ടുണ്ട്, വാപ്പാനെ തല്ലിയിട്ടുണ്ട്, ഉപ്പയുടെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്.
നമ്മൾ എന്തൊക്കെ ചെയ്താലും പോടാ എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച മാതാവിനെയും പിതാവിനെയും നിനക്കെങ്ങനെ തോന്നുന്നു മനുഷ്യ? നിന്റെ ഉമ്മയെയും വാപ്പയെയും നിനക്ക് വേദനിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? നിന്റെ മനസ്സിന്റെ കാഠിന്യത ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹ് നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ, ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ, വാപ്പാനെ നീ തല്ലാൻ കൈപൊക്കിയിട്ടുണ്ടോ, നിന്റെ മാതാവിന്റെയോ പിതാവിന്റെയോ മനസ്സ് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കളും അത് നിന്നോട് തിരിച്ചു ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ലോകത്ത് എവിടെ കൊണ്ടുപോകണമെങ്കിലും പഠിപ്പിച്ചോ, ഈ ലോകത്ത് നീ എവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചാലും വാപ്പാനെ തല്ലാൻ നീ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ മോൻ പൊക്കിയിരിക്കും, ഉറപ്പാ. നിന്നെ തല്ലാൻ കൈ പൊക്കിയിരിക്കും. ഉമ്മയെ പട്ടിണിക്കിട്ടവള് സ്വന്തം ഉമ്മാനെ ഭാര്യ കുറ്റപ്പെടുത്തുമ്പോ കേട്ടുകൊണ്ട് നിന്നവന് നാളെ നിന്നെയും നിന്റെ മക്കള് നീയും അത് അനുഭവിക്കും. നിന്റെ ഉമ്മ കരഞ്ഞതിന്റെ 10 ഇരട്ടി നെഞ്ചു പൊട്ടിയിട്ട് നീ കടന്ന് കരഞ്ഞു വിളിച്ചിട്ടേ മരിക്കത്തുള്ളൂ. അത് അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പടെ നിനക്ക് തിരിയു ചങ്ങാതി, പെറ്റ തള്ളയുടെ കണ്ണീരിന്റെ വില നീ വിചാരിച്ചൊന്ന് സുഖിക്കുമെന്ന്. ഇതൊക്കെ കാണിക്കുമ്പോ നീ അങ്ങ് രക്ഷപ്പെടുമെന്ന്, ഓസിലങ്ങ് പോകാമെന്ന് കരുതിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടപ്പുണ്ടോ? അള്ളാന്റെ റസൂല് ചോദിക്ക, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നരകത്തിൽ കിടപ്പ്? ഒരു വിഭാഗം കിടക്കുന്നുണ്ട് നബിയെ, ഒരു വിഭാഗം. എല്ലാരും സ്വർഗത്തിൽ പോയി, കള്ളുകുടിയൻ പോയി, വ്യഭിചരിച്ചവൻ പോയി, പലിശ തിന്നവൻ പോയി, നിസ്കരിക്കാത്തവൻ പോയി, എല്ലാരും സ്വർഗത്തിൽ പോയി. ഒരു വൃത്തികെട്ട വിഭാഗം നരകത്തിൽ കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാ എല്ലാവർക്കും പുറത്തു കൊടുത്തില്ലേ അല്ലാ, അവർക്കൂടെ പുറത്തോട് പടച്ചോനെ. ഇല്ല നബിയെ, അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല, എനിക്ക് കൊടുക്കണമെന്ന്. അവിടെ കൊടുക്കൂല. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കൂല. രണ്ടാമതും പ്രവാചകൻ ദുആ ചെയ്തു, മൂന്നാമതും പ്രവാചകൻ ദുആ ചെയ്തു. അല്ല പറഞ്ഞു കൊടുക്കൂല. എന്തേ അല്ല, എല്ലാവർക്കും കൊടുത്തല്ലോ അല്ല, നീ കരുണക്കടലാണല്ലോ അല്ല, എന്തേ അല്ല ഇവർക്ക് മാത്രം കൊടുക്കാത്തത്? നബിയെ, കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തമില്ല. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവർക്ക് സ്വർഗം ഹറാമാണ്.